യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമായിരിക്കുമല്ലേ? പരക്കം പായുന്ന ശബ്ദമുഖരിതവും അക്രമാസക്തവുമായ നമ്മുടെ ലോകത്ത് ക്ഷമയിലൂടെയും നന്മ ചെയ്യുന്നതിലുള്ള സ്ഥിരതയിലൂടെയും വിശുദ്ധിക്ക് സാക്ഷ്യം നൽകാൻ സ്ഥിരോത്സാഹം, ക്ഷമാശീലം, സൗമ്യത എന്നീ പുണ്യങ്ങളിലൂടെ നാം ആർജിച്ചെടുക്കുന്ന ആന്തരിക ശക്തി നമുക്ക് കഴിവ് നൽകും. സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന വിശ്വസ്തതയുടെ അടയാളമാണ് ഈ ആന്തരിക ശക്തി. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരോട് ഇങ്ങനെ കൽപ്പിക്കുന്നു: തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, പകരം തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഈ മനോഭാവം ദുർബലതയുടെ ഒരു അടയാളമല്ല, മറിച്ച് യഥാർത്ഥ ശക്തിയുടെ അടയാളമാണ്. നമ്മൾ കീഴടക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എപ്പോഴും നമുക്ക് പ്രാർത്ഥനയാകുന്ന നങ്കൂരത്തിൽ ആശ്രയിക്കാം. അത് നമ്മെ വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിക്കും, നമ്മുടെ സമാധാനത്തിന്റെ ഉറവിടമാവുകയും ചെയ്യും. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളും. ഈ വചനം നമുക്ക് അനുദിന ജീവിതത്തിൽ ഉരുവിടാം. പിതാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സമാധാനത്തിൽ സൂക്ഷിക്കുമാറാകട്ടെ.